ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃ നാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 15-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 15-ാം അധ്യായത്തിൽ ശാബത്ത് വർഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് 7-ാം വർഷം, 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം ശാബത്തായിരിക്കുന്നത് പോലെ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം ശാബത്താണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മളിത് വളരെ വ്യക്തമായതിനു മുമ്പ് നമ്മൾ വായിച്ച് പഠിച്ചതാണ്. ആ വർഷം ചെയ്യേണ്ട കാര്യം ഒരിക്കൽ കൂടി മോശെ ഇസ്രായേൽ ജനത്തെ ഇവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നീ അന്ന് അയൽക്കാരന്, നിൻ്റെ സഹോദരന് നീ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് നീ അത് ഇളവ് ചെയ്ത് കൊടുക്കണം. നീ അങ്ങനെ സഹോദരൻ ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിൻ്റെ നാട്ടിൽ, നിൻ്റെ ദേശത്ത് ദരിദ്രനില്ലാതാവും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ദൈവം എപ്പോഴും ദരിദ്രരുടെ പക്ഷത്താണ്. അതുകൊണ്ട് നിൻ്റെ നാട്ടിൽ ദരിദ്രൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദൈവം അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ചെയ്യുകയാണ്. കാരണം ദൈവം ആ 7-ാം വർഷം മോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം നീയും അവനെ ആ സാമ്പത്തിക ഭാരത്തിൽ നിന്ന് അവനെ നീ മോചിപ്പിച്ച് അവനെ നീ സ്വതന്ത്രനായി വിട്ടയക്കണം. അപ്പോൾ അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അങ്ങനെ നീ പ്രവർത്തിച്ചാൽ നിനക്ക് കടം വാങ്ങാൻ ഇടവരത്തില്ല. കടം കൊടുക്കാൻ മാത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ആരും ഈ ഭൂമിയിൽ ഭരിക്കുകയില്ല. നിനക്ക് മറ്റുള്ളവരെ നിനക്ക് ഭരിക്കാൻ സാധിക്കും. അത്രമാത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദരിദ്രന്മാരോട് ഒരിക്കലും നിൻ്റെ ഹൃദയം നീ കഠിനമാക്കരുത്. ഉദാരമായി അവർക്ക് നീ കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, 7-ാം വർഷം അടുത്തുവെന്ന് വിചാരിച്ച് നീ കൊടുക്കാതിരിക്കരുത്. കാരണം എല്ലാ 7 വർഷവും കൂടുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം അവന് നൽകേണ്ടത്. 5-ാം വർഷമോ 6-ാം വർഷമോ ആണ് ഒരുവൻ വന്ന് കടം ചോദിക്കുന്നതെങ്കിൽ ഇനി 1 വർഷം കൂടി ഉള്ളല്ലോ, അപ്പോൾ ഞാൻ അവന് കളിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നീ കൊടുക്കാതിരിക്കരുത്. എന്നാലും നീ അവന് കൊടുക്കണം. അപ്പോൾ നിൻ്റെ ദേശത്തോ നിൻ്റെ പട്ടണത്തിലോ ഉള്ള ദരിദ്രന്മാരോട് നീ ദയ കാണിക്കണം. കാരണം നീ കാണപ്പെടുന്നവനാണ് നിൻ്റെ സഹോദരൻ. ആര് ചോദിച്ചാലും നീ അവനോട് ദയ കാണിക്കണമെന്നാണ്. പുതിയ നിയമവുമായി നമ്മളിത് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും ബുദ്ധിപരവും ആരോഗ്യപരവുമായ എല്ലാ തലങ്ങളിലും മനുഷ്യന് ദാരിദ്ര്യമുണ്ട്. ആ തലങ്ങളുള്ളവരോടൊക്കെ നമുക്ക് ദയവുണ്ടാകണമെന്നാണ് അതിനർത്ഥം. കാരണം ദൈവം എപ്പോഴും ബലഹീനന്മാരോട് കൂടെയാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. ബലഹീനന്മാരെ ആണ് ശിഷ്യന്മാരായി പോലും കർത്താവ് തിരഞ്ഞെടുത്ത് ശക്തീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ബലഹീനനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം യാക്കോബ് ശ്ലീഹ പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാത്തവനത് തിന്മയത്രേ. അപ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യുന്നത് മാത്രമല്ല പാപം, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ അതും പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്നുവെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി യഹോവയായ ദൈവം പറയുന്നു, ദരിദ്രൻ എന്നും ഭൂമിയിൽ ഉണ്ടായിരിക്കും. ദരിദ്രൻ ഭൂമിയിൽ ഇല്ലാതിരിക്കുകയില്ല. എന്തിനാണ്? നിനക്ക് അവനോട് നന്മ ചെയ്ത് നിനക്ക് സ്വർഗരാജ്യം പ്രാപിക്കാനുള്ള ഒരവസരം ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണല്ലോ, നിങ്ങൾ എളിയവർ ചെയ്തതൊക്കെ എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറഞ്ഞു. ന്യായവിധിയുടെ മാനദണ്ഡമായി കർത്താവ് അതാണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് നമുക്ക് ദൈവവും അവരോട് നമുക്ക് കാരുണ്യവും ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് പറയുന്നു, നീയും പരദേശത്തെ ദരിദ്രനും ആയതുപോലെ തന്നെ അടിമയുമായിരുന്നു എന്ന കാര്യം നീ എന്നും ഓർക്കേണ്ടതാണ്. 430 വർഷം നിങ്ങൾ അപ്രകാരമായിരുന്നു. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം മറ്റുള്ളവരുടെ ദയവുണ്ടാകാൻ നിങ്ങൾക്ക് കാരണമായിട്ട് തീരണം എന്ന കാര്യം പ്രത്യേകമായി ദൈവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിരിക്കണം ദൈവം 430 സംവത്സരത്തോളം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ വിട്ടതും അവർക്ക് മറ്റുള്ളവരോട് ദയ കാണിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുന്ന വേണ്ടിയാണ് വീണ്ടും കൽപ്പന മുഖാന്തരം ദൈവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്.
12-ാം വാക്യം മുതൽ അടിമകൾക്കുള്ള മോചനത്തെക്കുറിച്ച് പറയുന്നു. ഒരു പ്രായദാസൻ നിനക്ക് അടിമയായിരുന്നെങ്കിൽ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം നീ അവനെ സ്വതന്ത്രനാക്കി വിടണം. വിടുന്നത് വെറും കൈയോടെ വിടല്ലേ. നിൻ്റെ എല്ലാ സമൃദ്ധിയോടെയും ആടുമാടുകളിൽ നിന്നും കൃഷിവകകളിൽ നിന്നും ഏതെല്ലാം അനുഗ്രഹം നിനക്ക് ദൈവം തന്നിട്ടുണ്ടോ അതിൽ നിന്നൊക്കെയുള്ള ഓഹരി അവന് കൊടുക്കണം. കാരണം 6 വർഷം വളരെ കുറഞ്ഞ ആ ഒരു വേതനത്തിലാണ് അവൻ നിനക്ക് വേണ്ടി നിൻ്റെ ഭവനത്തിൽ നിന്ന് ജോലി ചെയ്തത്. അപ്പം അതുകൊണ്ട് 7-ാം വർഷം അതെല്ലാം തീർത്ത് അവനെ നീ സ്വതന്ത്രനാക്കി സന്തോഷവാനായി അവിടെ നിന്ന് പറഞ്ഞയക്കണം. അവന് പോകാൻ മനസ്സില്ല, വീണ്ടും നിന്നോട് ചേർന്ന് നിനക്ക് സേവനം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നീ അവനെ നിൻ്റെ വീടിൻ്റെ ആ വാതുക്കൽ കൊണ്ടു ചെന്നിട്ട് അവൻ്റെ കാത് തോൽ സൂചി കൊണ്ട് നീ ഇത് തുളയ്ക്കണം. എന്ന് പറഞ്ഞാൽ അവൻ നിൻ്റേതാക്കി നീ അവനെ മാറ്റണം. കാരണം അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവനോട് കൂടുതൽ ദയവുള്ളവരായിരിക്കണം ദൈവയോട് ഓർമ്മപ്പെടുത്തുകയാണ്. 14-ാം വാക്യം മുതൽ 19-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, മാടുകളിൽ കടിഞ്ഞൂരായതിനെയൊക്കെ നീ വേർതിരിക്കണം, അതിനെ ദൈവത്തിന് യാഗമായി നീ സമർപ്പിക്കണം. അങ്ങനെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്ന ആ ആടിനെ കൊണ്ട് കഠിന വേലകൾ നീ ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെ അതിനെ സമർപ്പിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ വെച്ച് നിനക്കതിനെ ഭക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അതോടുകൂടി അതുമായി ബന്ധപ്പെട്ടതെല്ലാം നിനക്ക് അനുഗ്രഹമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറവുള്ളതിനെ ഒന്നും യാഗമായി അർപ്പിക്കാനും പാടില്ല. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ ഒരു സൂചനയായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതാണ് പെസഹ കുഞ്ഞാടിനെ കുറിച്ച് നമ്മളിതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം നീ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നതുകൊണ്ട് കാണിക്കേണ്ട ദൈവനെ കുറിച്ചാണ്. ദൈവം നമ്മളോട് ദയവുണ്ടാകണമെങ്കിൽ അപ്രകാരം ചെയ്യണം. നമ്മൾ കർത്തൃ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. നാം മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുമ്പോഴാണ് ദൈവം നമ്മോട് ക്ഷമ കാണിക്കുന്നത്. ആ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുവാൻ നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും നമ്മളെ സഹായിക്കണം. ദൈവമേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.